എല്ലാവർക്കും ഓട്ടോകാഡ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കാം, എങ്ങനെ കോപ്പി ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇതിനു വേണ്ടി മൂവ് കോപ്പി എന്ന കമാൻഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിളിനെ വലതുവശത്തേക്ക് മൂവ് ചെയ്യിക്കണം. അതിനുവേണ്ടി റിബൺ പാനലിൽ മൂവ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മറ്റൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ആയതായി കാണാവുന്നതാണ്. ഒന്നുകൂടി ചെയ്യുകയാണ്. മൂവ് കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് മറ്റൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് ലൈനിൽ M എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും മതിയാകും. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മറ്റൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫിക് ഡിസ്റ്റൻസിൽ എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം M എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സ്പെസിഫിക് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുകയാണ്. കഴ്സർ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ 50 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ 50 യൂണിറ്റ് സർക്കിൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തായി കാണാവുന്നതാണ്. ഒന്നുകൂടി ചെയ്യുകയാണ്. ഇവിടെ 50 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്തതായി കാണാവുന്നതാണ്. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി റിബൺ പാനലിൽ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. കോപ്പി എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോയിങ് ഏരിയയിൽ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടി ചെയ്യുകയാണ്. ഇവിടെ CO എന്ന കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും മതിയാകും. CO എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ സെലക്ട് ചെയ്ത് ഡ്രോയിങ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫിക് ഡിസ്റ്റൻസിൽ എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. കമാൻഡ് ലൈനിൽ CO എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്പെസിഫിക് ഡിസ്റ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ 60 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ 60 യൂണിറ്റ്സ് മാറി മറ്റൊരു സർക്കിൾ കൂടി ക്രിയേറ്റ് ആയതായി കാണാവുന്നതാണ്. ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് 30 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അടുത്തതായി ഒരു ഒബ്ജക്റ്റിനെ ഒരു അറേ ആയി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ കോപ്പി എന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു, കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നു,
അതിനുശേഷം ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അറേ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്പർ ഓഫ് ഐറ്റംസ് സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ സർക്കിളിൻ്റെ 6 കോപ്പികൾ ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം ഡ്രോയിങ് ഏരിയയിൽ ഡിസ്റ്റൻസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഒരു അറേ ക്രിയേറ്റ് ആയത് കാണാവുന്നതാണ്. ഈ 6 സർക്കിളുകൾ യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നു. CO എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റിൽ സെലക്ട് ചെയ്യുന്നു, അറേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ 6 എന്നാണ് ടൈപ്പ് ചെയ്തത്. ഡിസ്റ്റൻസ് ക്രമീകരിച്ച് ക്ലിക്ക് ചെയ്താൽ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം CO എൻ്റർ ചെയ്യുന്നു, ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു, അറേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് ഐറ്റംസ് 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് ക്രമീകരിച്ച് ക്ലിക്ക് ചെയ്താൽ ഒരു അറേ ക്രിയേറ്റ് ആവുന്നതാണ്. മറ്റൊരു അറേ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അറേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ക്രമീകരിച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഈ സ്ക്വയറിനുള്ളിൽ, ഈ റെക്റ്റാങ്കിളിനുള്ളിൽ മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. കോപ്പി എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നു. ഇതിൽ അറേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ഐറ്റംസ് 5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഫിറ്റ് എന്ന ഓപ്ഷൻ എടുത്താൽ സെക്കൻഡ് പോയിന്റ് നമുക്ക് ആവശ്യാനുസരണം സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. CO എന്ന് ടൈപ്പ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു, അറേ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 10 എന്ന 5 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഫിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു അറേ ക്രിയേറ്റ് ആയത് കാണാവുന്നതാണ്.